ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ കോയമ്പത്തൂർ നിന്ന് രാവിലെ ഗസ്റ്റിനെ പിക്ക് ചെയ്തു. നേരെ ഇഷ ഫൗണ്ടേഷനിൽ വന്നു. അവിടെ ഒരു 2-3 മണിക്കൂർ എന്തായാലും താമസം വരും. അപ്പോൾ അവർ ഉള്ളിലോട്ട് അതൊക്കെ കാണാൻ വേണ്ടി പോയി. ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നേരെ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇത് എടുക്കാന്ന് പറയുന്നത് ഡയറക്റ്റ് ഗസ്റ്റാണ്. 2 പ്രാവശ്യം എൻ്റെ കൂടെ ഇതിന് മുന്നേ വന്നിട്ടുള്ളതാണ്. അവിടുന്ന് നേരെ ഇഷ ഫൗണ്ടേഷൻ എടുത്ത് നേരെ നമ്മൾ വന്നത് പാലക്കാട് ചിറ്റൂർ തമന ഫാം ഹൗസ് ആണ്. ഇവിടെ ഈ കൂടുതലും ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്, അഡ്വഞ്ചർ ആണുള്ളത്. ലഗേജ് ഒക്കെ ഇറക്കി ഞാൻ നേരെ ഡ്രൈവർ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് അതിമനോഹരമായി ഇഷ്ടപ്പെട്ട ഡ്രൈവറിന് വിശ്രമിക്കാനുള്ള മുറിയാണ്. നല്ല സുന്ദരമായിട്ടുള്ള റൂം, 2 ബെഡ്, നല്ല പുതിയ ബെഡ്ഷീറ്റ്, തലങ്ങണ, TV, കുടിക്കാൻ വെള്ളം, പിന്നെ അതിലു മേലെ കണ്ടതെന്നാണ് ബാത്റൂം. നല്ല വൃത്തിയായിട്ടുള്ള നല്ല ബാത്റൂം. നമ്മളെ ടൂറിസം ഫീൽഡിൽ 10 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡ്രൈവർ റൂം കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മളെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സാർ എല്ലാ ദിവസവും പത്രസമ്മേളനത്തിൽ പറയുന്നതാണ് ടൂറിസം ഡ്രൈവർമാർ വിശ്രമിക്കാനുള്ള ഓരോ ഹോട്ടലിലും റൂം റെഡിയാക്കി കൊടുക്കണമെന്ന്. പക്ഷെ അത് വാക്ക് മാത്രമേ ആയിട്ടുള്ളൂ, ഇതുവരെക്കായിട്ടും അത് പാലിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള റിസോർട്ടിൽ കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ് ഡ്രൈവർമാർക്ക് തോന്നുന്നത്. ഇതിന്റെ പേര് തമന ഫാം ഹൗസ് റിസോർട്ട്, ചിറ്റൂര്. ഉച്ചയായപ്പോഴത്തേക്ക് അവിടുന്ന് സെക്യൂരിറ്റി ചേട്ടൻ വന്ന് കഴിക്കാൻ എന്താ വേണ്ടിയെന്ന് ചോദിച്ച്, ഊണുണ്ടെന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബിരിയാണി പറഞ്ഞു, ബിരിയാണി മേടിച്ചിട്ടുണ്ടെന്ന് ബിരിയാണി കഴിച്ചു. വൈകുന്നേരം 4 മണിയായപ്പോൾ ചേട്ടൻ വന്ന് ചായ കുടിക്കാൻ വിളിച്ചു. ചായയും കുടിച്ചിട്ട് ഡ്രൈവർമാർക്ക് ഇതിനുള്ളിലൊരു വിസിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ള വണ്ടിയിൽ നമ്മളെ ഈ അഡ്വഞ്ചർ പാർക്ക് എല്ലാം കൊണ്ട് കാണിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്തു തരും. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ കൂടെ അവിടുത്തെ വണ്ടിയിൽ ഇങ്ങനെ ആ ഫുള്ള് സ്ഥലങ്ങളെല്ലാം കാണുവാണ്. ഇതിപ്പോൾ സ്വിമ്മിംഗ് പൂൾ, 3 സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ അഡ്വഞ്ചർ പാർക്ക്, ഡോഗ്, ക്യാറ്റ്, അതിനൊക്കെ നമുക്ക് എടുത്തു വെച്ച് ഫോട്ടോ എടുക്കാം. നല്ലൊരു പാർക്കാണ്. വെജിറ്റബിൾ ഫാം. പിന്നെ ഇത് മുന്നോട്ട് പോകുമ്പോൾ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് അഡ്വഞ്ചർ ഉള്ളത്. അത് സിബ് ലൈൻ, ബലൂൺ റൈഡ്, ബൈക്ക് റൈഡിങ്, ഊഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള ഐറ്റമാണ് ഇതെല്ലാം ഉള്ളത്. പിന്നെ ഫിഷ് മസാജ്, പിന്നെ ഷട്ടിലും ബാറ്റും കളിക്കാൻ, പിന്നെ ഇതിനകത്തൊരു ചെറിയ തട്ടുകട കണക്കുള്ള കടയുണ്ട്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം. പിന്നെ ഒരു ഗാർഡൻ കണക്കാണ്, ഒരു കാണാൻ ഒരു നല്ലൊരു ചന്തമാണ്. ലെഫ്റ്റ് സൈഡായാലും റൈറ്റ് സൈഡിലായാലും തെങ്ങും തോട്ടവും ഒരു ഗാർഡനും ഒക്കെ ആയിട്ട് നല്ല ഫുള്ള് ഫിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആണ് അവർ ഈ റിസോർട്ട് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് എല്ലാം കണ്ട് കറങ്ങി തിരിച്ചിറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഒരു 7 മണി 7:30 ആയപ്പോൾ അവർക്ക് ഫുഡ് വന്നു, നൈറ്റ് കഴിക്കാനുള്ള ഫുഡ്. അത് ചപ്പാത്തി, ചിക്കൻ കറി, ചോറ്, സാമ്പാർ, തോര, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങളുള്ള നല്ല ഫുഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഹോട്ടൽ ഡ്രൈവർമാരോടുള്ള അവർക്കുള്ള പെരുമാറ്റം. എനിക്ക് ഒരുപാട് 100% എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മളെ ഗസ്റ്റ്. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ വന്ന് കോട്ടയ്ക്ക് ഒരു പാലസ് ആണ്. അവർക്ക് ഇവിടെയാണ് സ്റ്റേ. 2 ദിവസം ഇവിടെ ഉണ്ട്. മെയിനായിട്ട് അവർക്ക് മസാജിന്റെ ഇതിനായിട്ടാണ് അവർ വന്നത് ഇവിടെ. ഇന്ന് 7 മണിക്ക് ഗുരുവായൂർ ഡ്രോപ്പാണ് ഇവരെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.